കേരളത്തിലെ വലുതും ചെറുതുമായ 100-ൽ കൂടുതൽ ക്ഷേത്രങ്ങളിലേക്ക് നിറപുത്തരി നെൽക്കതിരിലെത്തിക്കാൻ കൊല്ലങ്കോട് ചുട്ടിച്ചിറ പാടത്ത് പുത്തരി കൊയ്ത്ത് നടത്തി. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, തൃശൂർ പാറമേക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്കാണ് നെന്മേനിപ്പാടത്തിലെ ആർ കൃഷ്ണകുമാറിന്റെ വയലിൽ നിന്നും പുന്നൽ കതിർക്കറ്റകൾ ആചാരപ്രകാരം എത്തിക്കുന്നത്. കൊയ്തെടുക്കുന്ന 500ഓളം കതിർക്കറ്റകൾ പ്രത്യേക വാഹനത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിക്കും. കഴിഞ്ഞ 25 കൊല്ലമായി കൃഷ്ണകുമാർ ക്ഷേത്രങ്ങളിലേക്കുള്ള നിറപുത്തരിക്കായി വയലിൽ വിളവിറക്കുന്നു. കതിരോത്സവം നടത്താൻ തുടങ്ങിയിട്ട് 35 വർഷങ്ങൾക്ക് അടുത്തായി. എല്ലാ അമ്പലങ്ങളിലേക്കും കതിരോട് എത്തിക്കുന്ന പതിവ് പോലെ ശബരിമലയ്ക്കും കൊണ്ടുപോയി സമർപ്പിക്കുക, ഗുരുവായൂർ, ശ്രീ പത്മനാഭൻ്റെ അവിടേക്ക് തിരുവനന്തപുരം എന്നീ അമ്പലങ്ങളിലേക്കും സമർപ്പിക്കുന്നത് പതിവാകുന്നു. ഇതുപോലെ ഇവിടെ പാലക്കാട് ജില്ലയിലും എല്ലാ അമ്പലങ്ങളിലേക്കും ഒരു 100ഓളം അമ്പലങ്ങളിലേക്ക് കുറേ വർഷങ്ങളായി കൊടുത്തു വരുന്നുണ്ട്. ബാംഗ്ലൂരിലേക്കും കൊടുത്തേക്കുന്നുണ്ട്. ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങളിലേക്കും എല്ലാ വർഷവും കതിർക്കറ്റ കൊടുത്തു വിടുന്നുണ്ട്. ജില്ലയിലെ മറ്റു നെൽവയലുകളിൽ 1-ാം വിള നെടിയിൽ പൂർത്തിയാക്കുമ്പോഴേക്കും കർക്കിടകപ്പിറവിയോടെ ക്ഷേത്രങ്ങളിലെ നിറപുത്തരിക്ക് കൃഷ്ണകുമാറിന്റെ വയലുകൾ കൊയ്തെടുക്കുന്ന വിധം വിളവിറക്കി പരിചരിക്കും. വിഷു കഴിഞ്ഞ ഉടനെ വേനൽ മഴയിൽ പൊടിവിത നടത്തിയാണ് കൃഷ്ണകുമാർ 2 ഏക്കറിൽ പുത്തരി കൊയ്ത്തിനുള്ള വിളവിറക്കുന്നത്. വേനലിൽ കുളത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് വിള സംരക്ഷിക്കുന്നത്. മധ്യകാല മൂപ്പുള്ള 120 ദിവസത്തെ AST ഇനത്തിൽപ്പെട്ട നെല്ലാണ് നിറപുത്തരിക്കായി വിളയിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം സേവനം ആയിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഡെയിലി വേജസ് എന്ന നിലയ്ക്ക് ചെയ്തു പോകുന്നു. പിന്നെ ഈ കതിർ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം രാജകുടുംബത്തിൽ നിന്നുള്ള തീരുമാനം. ആ തീരുമാനമാണ് നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ അമ്പലങ്ങളിലും നടപ്പാക്കി വരുന്നത്. അത് ഓഗസ്റ്റ് മാസം 3-ാം തീയതിക്കാണ് ആ ഡേറ്റ് രാജാവ് കുറിച്ച് തന്നിട്ടുള്ളത്. ആ ഡേറ്റിനാണ് ശബരിമലയിലും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നിറപുത്തരി ഉത്സവം നടക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ നിന്ന് 35 വർഷത്തോളമായി കതിര് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഈ കതിര് കൊണ്ടുപോയിട്ട് അവിടെ സമർപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം കതിർ പൂജ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുന്നു. ഇതാണ് നടന്നു വരുന്ന കാര്യങ്ങൾ. UTV ന്യൂസ് പാലക്കാട്.